ഇന്ന് ഓൺലൈൻ വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു 7 ചിത്രങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒരു 14 വമ്പൻ ചിത്രങ്ങളുടെ റിലീസ് തീയതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജോജു ജോർജ്, കല്യാണി പ്രിയദർശൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാള ചിത്രമാണ് ആന്റണി. അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററുകളിലൂടെയൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്ന് മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന ഡിസംബർ 29-ാം തീയതി ഒക്കെ ആയിട്ടാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഉടൽ എന്ന മലയാള ചിത്രമാണ്. ഇന്ദ്രൻസ് ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സൈനാപ്ലേ എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്ന് ഞാൻ മുമ്പ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും സൈനാപ്ലേ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച, അതായത് ഡിസംബർ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ജനുവരി മാസം ഫസ്റ്റ് വീക്കിലോ ഒക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് റോഷൻ മാത്യു, ഷെയ്ം ടോം ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള മഹാറാണി എന്നൊരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് HROTT എന്നൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ HROTT എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന ഡിസംബർ 29-ാം തീയതിയൊക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നാലാമത്തെ ചിത്രം രൺബീർ കപൂർ നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന അനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ ഒരു മിക്സ്ഡ് റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എങ്കിലും ഈ ഒരു ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ഇതിനോടകം തന്നെ ഏകദേശം 800 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി മാസം 15-ാം തീയതിയോ അല്ലെങ്കിൽ 26-ാം തീയതി ആയിട്ടാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന നേര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ മൂവി ഇന്ന് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പോസിറ്റീവ് റിപ്പോർട്ടുകൾ മാത്രം കിട്ടുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഏതായാലും തുടക്കം മുതൽ അവസാനം വരെ നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു ചിത്രമാണ് ഇത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നേരി എന്ന ചിത്രത്തിന്റെ കൂടെ ഷാറൂഖ് ഖാന്റെ ഈ വർഷം റിലീസ് ചെയ്യുന്ന 3-ാമത്തെ ചിത്രമായിട്ടുള്ള ഡെങ്കി എന്ന ഹിന്ദി ചിത്രവും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രവും നല്ലൊരു ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രശാന്ത് നീലിന്റെ ഡയറക്ഷനിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന സലാർ എന്ന വമ്പൻ ചിത്രം നാളെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് നല്ല റിപ്പോർട്ടുകളൊക്കെയാണ് നാളെ വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ മാർക്കറ്റ് വാല്യൂ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ രീതിയിൽ ഉയരാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇന്ന് ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം ജിയോ ബേബിയുടെ ഡയറക്ഷനിൽ മമ്മൂക്ക, ജ്യോതിക എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കാതൽ എന്നൊരു മലയാള ചിത്രമാണ്. ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്നാൽ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഇന്ന്, അതായത് ഡിസംബർ 22-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം പ്രീമിയർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് രാജ്ബി ഷെഡ്ഡിയുടെ ഡയറക്ഷനിൽ രാജ്ബി ഷെഡ്ഡി തന്നെ നായകനായിട്ട് എത്തിയിട്ടുള്ള ടോബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കന്നഡ മൂവിയാണ്. ഈ ഒരു ചിത്രത്തിന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സോണി ലിവ് ആണ്. അപ്പോൾ സോണി ലിവിലൂടെ ഈ ഒരു ചിത്രം മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി, അതായത് ഡിസംബർ 22-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 10-ാമത്തെ ചിത്രം ശബ്ദ സാഗരത ചെ എല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കന്നഡ മൂവിയുടെ 2-ാം ഭാഗമായിട്ടുള്ള സൈഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിത്രമാണ്. ഇതൊരു മികച്ച റൊമാൻറ്റിക് മൂവി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രവും മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ജോജു ജോർജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ആദികേശവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് ചിത്രമാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രവും ഡിസംബർ 22-ാം തീയതി, അതായത് ഇന്ന് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 12-ാമത്തെ ചിത്രവും മംഗലവാരം എന്ന് പറഞ്ഞിട്ടൊരു തെലുങ്ക് ചിത്രമാണ്. ഇതൊരു മികച്ച ഹൊറർ ത്രില്ലർ ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രവും ഇന്ന് പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്തത് യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ക്വിക്കോ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്നാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്.
നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം മദനോത്സവം എന്ന് പറഞ്ഞിട്ടൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തത് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസിന് വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് HROTT എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു ചിത്രം ഈ മാസം പ്രീമിയർ ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഇനി HROTT എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം ജനുവരി മാസമൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ഈ ചിത്രം പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രങ്ങളുടെ റിലീസിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള വമ്പൻ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.